കിലോ ചെമ്മീൻ അതായത് 19 എണ്ണം ഉണ്ട്. അത് നന്നായി വിനാഗിരിയിൽ ഉപ്പിലും കഴുകി അതിൻ്റെ മുകളിലത്തെയും താഴത്തെയും നാരെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം. ഇത് നല്ലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടയ്ക്കണം. വെള്ളമയം ഇതിലൊട്ടും പാടില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മുടെ പ്രോൺസ് നന്നായി പുരട്ടി വെച്ച് ഇതിൻ്റെ കൂടെ 9 ചെറിയ ഉള്ളി, 1/2 കപ്പ് മല്ലിയില തന്നെ, 25 കറിവേപ്പില, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടെ ഇട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കി കൊടുത്ത് അടിച്ച് നമുക്ക് ആ മസാലയും കൂടെ ഈ പ്രോൺസിലേക്ക് പുരട്ടി ഒരു 1.5 മണിക്കൂർ മൂടി വെക്കാം. ഒരു പാനിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 8 കറിവേപ്പില ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മസാല പുരട്ടി വെച്ചേക്കുന്ന പ്രോൺസ് ഓരോന്നിട്ട് കൊടുത്ത് ഗ്യാസ് ഏറ്റവും കുറച്ച് വെച്ച് ഒരു വശം 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തിരിച്ചിട്ട് മറുവശവും 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ചുറ്റിനുള്ളത് കോരി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എണ്ണ കുറച്ച് മാറ്റി വെക്കാം. അത് കഴിയുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കോക്കനട്ട് ക്രീം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി അത് വറ്റി വന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു 1/4 കപ്പ് കോക്കനട്ട് ക്രീമും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇളക്കി മസാല അതേ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇളക്കി വറ്റി വന്ന് കഴിയുമ്പോൾ ഗ്യാസ് നിർത്താം. ഇനിയും അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ക്രീം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഈ പ്രോൺസ് എല്ലാം ഒരു വശത്തോട്ടൊന്ന് മാറ്റി വെച്ച് ആ മസാല നടുക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. പ്ലേറ്റിലേക്ക് ഒരു വാഴയില വെച്ചിട്ട് ആദ്യം മസാല വെച്ച് കൊടുത്ത് അതിലേക്ക് പ്രോൺസ് ഒന്ന് റൗണ്ടിൽ വെച്ച് കൊടുക്കാൻ 2 ലൈന്. നമുക്കിനി അതിൻ്റെ നടുക്ക് കറി ലീവ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം.